അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്തിട്ട് തൊലി കറുത്ത നേന്ത്രപ്പഴം നോക്കിയെടുക്കുക. ഈ തൊലി കറുത്തിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഈ തൊലി കറുത്ത നേന്ത്രപ്പഴത്തിന് ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ തൊലി കറുത്ത നേന്ത്രപ്പഴം കളയാറില്ലേ പതിവ്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ തയ്യാറാക്കി നോക്കാം. പഴം നമുക്ക് ഇനി ആവിയേറ്റി എടുക്കണം. ഇനി നമ്മൾ പഴം ആവിയേറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ആവിയേറുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്താണ് വെച്ച് കൊടുക്കുന്നത്. മുഴുവനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇത് ആവിയേറി വെന്ത് വരാനായിട്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടിയേറ്റി ഇതൊന്ന് ആവിയേറ്റി വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ നേന്ത്രപ്പഴം ആവിയേറ്റി വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല ചൂടാണ്. ഫ്ലെയിം ഓഫാക്കി ഇതിൻ്റെ ചൂട് മാറി അതിൻ്റെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നേന്ത്രപ്പഴത്തിന്റെ ചൂടെല്ലാം മാറിയതിനു ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിന്റെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങ ചിരകി എടുത്തിട്ട് ആദ്യം നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് അടിച്ചിട്ട് അരിച്ച് എടുത്തിട്ടുള്ള 1-ാം പാലും എടുത്തതിന് ശേഷം അതിന്റെ കൊത്തുണ്ടല്ലോ അത് ഇട്ടിട്ട് വീണ്ടും നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് 1-2 മിനിറ്റ് അടിച്ചെടുത്തിട്ടുള്ള 2-ാം പാലും ആണ് ഇത്. അപ്പൊ നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക. ഒട്ടും തന്നെ ആ കൊത്തുണ്ടാവാൻ പാടില്ല. 250 ml കപ്പിന് 3 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങിടാം. കുറച്ച് വലിപ്പമുള്ള ജാർ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. അപ്പം ഞാനിപ്പോൾ ചെറിയ ജീരകം മുഴുവനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്താലും മതി. ഇത് 1/4 ടീസ്പൂൺ വേണ്ട, 2 നുള്ളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഏലക്കപ്പൊടി മാത്രം ചേർത്താൽ മതി. ഇനി ഒരു 5 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ കൂടെ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പ് ചേർക്കാം. നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ നിന്നും 1 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലിലും ചെയ്തിട്ടെടുക്കാം. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് നമ്മൾ തേങ്ങാപ്പാലിൽ റെഡിയാക്കി എടുക്കുമ്പോഴാണ്. ഇതിലിപ്പോൾ ഒന്നുമില്ല, നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നേന്ത്രപ്പഴം ഇതാ കട്ടകളൊന്നുമില്ല, നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഇടിയപ്പം പത്തിരി അപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത പച്ചരിപ്പൊടി എടുക്കുക. 100 ഗ്രാം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ml അളവിന് 250 ml കപ്പിന് 1/2 കപ്പ് വറുത്ത പച്ചരിപ്പൊടി ഇത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 100 ഗ്രാം പഞ്ചസാരയാണ്. 250 ml കപ്പിന് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് ഒരു നോർമൽ മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര വരെ എടുക്കാവുന്നതാണ്. നമ്മൾ എടുക്കുന്ന നേന്ത്രപ്പഴം നല്ല മധുരമുള്ള നേന്ത്രപ്പഴം ആണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നോക്കി. മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ള നേന്ത്രപ്പഴം നല്ല മധുരമുള്ള നേന്ത്രപ്പഴം ആയതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇനി ഒരു കോഴിമുട്ട പൊട്ടിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. മുട്ട വേണ്ടെന്നുള്ളവർക്ക് മുട്ട ഒഴിവാക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ബാക്കി ഇരിക്കുന്ന തേങ്ങാപ്പാൽ മുഴുവനും ഒഴിച്ചു കൊടുക്കുക. ബാക്കി 2 കപ്പ് തേങ്ങാപ്പാലുണ്ട്, അത് മുഴുവൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അരിപ്പൊടി അവിടെ കിടക്കും. അപ്പം അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി. പ്രത്യേകിച്ച് അടിച്ചെടുക്കാനൊന്നുമില്ല, നമ്മൾ പഴം അടിച്ചെടുത്തിട്ടുണ്ടല്ലോ, ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലും തരി ഉണ്ടെങ്കിൽ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ അടിച്ചതെല്ലാം കൂടിയിട്ട് ഒരു അരിപ്പേ കൂടി അരിച്ചൊഴിക്കാം. ഇപ്പം ഇതെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ചെറിയ തരികൾ നമുക്ക് വേണ്ട. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളമോ അല്ലെങ്കിൽ 1/2 കപ്പ് തേങ്ങാപ്പാലോ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നിങ്ങൾ നോക്കുക, ഇതുപോലെ കട്ടിയാണെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നമ്മളെടുത്ത ബാറ്റർ ലൂസായിട്ട് വേണം ഇരിക്കാൻ, ഒരുപാട് അങ്ങ് കട്ടിയാവാൻ പാടില്ല. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും. സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം റെഡിയാക്കി എടുക്കാൻ. ആദ്യം എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കുക. കട്ടി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും.
അതുപോലത്തെ അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസിൻ്റെ അളവിനനുസരിച്ച് എല്ലാം അളന്നെടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കടായി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്നും ഓണാക്കി കൊടുക്കരുത്. ഇനി നമ്മുടെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ ഫുള്ളും ഒഴിച്ചു കൊടുത്തു. ഇപ്പം ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിൽ നിന്ന് നമുക്ക് ഇത് വിട്ട് കിട്ടണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇത് തന്നെ റെഡിയായി കിട്ടും. ചെറിയ ചെറിയ കട്ടകൾ പോലെ കിടക്കുന്നതൊന്നും കുഴപ്പമില്ല. എല്ലാം ഒന്ന് കുറുകി വരുന്ന സമയത്ത് കട്ടകളെല്ലാം മാറിക്കോളും. അപ്പോൾ കുറുകി വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണേ. വീണ്ടും നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് തന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല സ്മൂത്തായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാടങ്ങ് കടായിൽ നിന്നും ഉരുണ്ട് ബോൾ പോലെ വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കടായിൽ നിന്നൊന്ന് വിട്ട് കിട്ടിയാൽ മാത്രം മതി. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നെയ്യിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് അധികം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കടായിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ബോൾ പോലെ ഉരുണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കടായിൽ നിന്ന് വിട്ട് കിട്ടണം. ഇതാ കണ്ടില്ലേ, ഒട്ടും കട്ടകളൊന്നുമില്ല. ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചോറ് ഒഴിക്കുന്ന ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവി ഇതാ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ ആ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ പാത്രത്തിൽ നെയ്യ് തടവി വയ്ക്കുക. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ആ ചൂടോടുകൂടി തന്നെ ഒരു സ്പാച്ചിലോ ഒരു സ്പൂണിലോ കുറച്ച് നെയ്യ് തടവിയിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂടൊന്ന് മാറട്ടെ. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. ഇനി ഒരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്യാം. ഇനി ഇത് മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നേന്ത്രപ്പഴവും അരിപ്പൊടിയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കിണ്ണത്തപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല ജെല്ലി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ജെല്ലി പോലെ ഇരിപ്പുണ്ട്. ഇനി കട്ട് ചെയ്യുന്ന ഭാഗം അങ്ങ് എടുക്കാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത ഭാഗം അങ്ങ് എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ജെല്ലി പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്തും കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും ഒക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിണ്ണത്തപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നേന്ത്രപ്പഴം അരിപ്പൊടിയും വെച്ചിട്ടുള്ള ഈ കിണ്ണത്തപ്പം ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്